അമ്പലക്കര ഇമ്മാനുവേൽ മാർത്തോമ സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കണ്ണുകളടച്ച് കൈകൾ കൂപ്പിക്കേ. ഓക്കെ. കാരുണ്യവാനത്തിനുമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല ദൈവമേ, ഞങ്ങൾക്ക് ദൈവവചന പഠനത്തിനായി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം നാഥ. ദൈവമായിട്ട് കുഞ്ഞു മക്കളോടൊപ്പം കർത്താവെ അല്പസമയങ്ങൾ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തൊക്കണം സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നേ നാഥ. പ്രാർത്ഥനയും യാചനയും കേൾക്കണമേ. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടും കരുണയോടും കൊടുത്തണമാറാകണമേ. ആമേൻ. നിങ്ങളെല്ലാവരും വീടുകളിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ. എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? രാവിലെ നമ്മൾ പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കും. ശരി, നമ്മൾ ഒറ്റയ്ക്കാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ആരൊക്കെയായിരിക്കും പ്രാർത്ഥിക്കാനിരിക്കുന്നേ? നമ്മുടെ വീട്ടിലെ അപ്പ, അമ്മ, പിന്നെയോ അപ്പച്ചൻ, അമ്മച്ചി. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ദൈവം തന്ന ഉപകാരങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് പറയും? നന്ദി പറയും. പിന്നെന്താ പറയും? ദൈവം നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയും? യേശുപ്പച്ചനോട് നമ്മൾ പറയും, അല്ലേ? പറയും. നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? വീട്ടിലുള്ള ആരെങ്കിലും നമ്മളിങ്ങനെ പറയുന്ന അല്ലല്ലേ? നമ്മൾ യേശുപ്പച്ചനോട് പറയുമ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മൾ യേശുപ്പച്ചനോട് പറയുമ്പോൾ യേശുപ്പച്ചൻ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങളൊക്കെ യേശുപ്പച്ചൻ നമുക്ക് സാധിച്ചു തരും, അല്ലേ? അതുപോലെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടവറയിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ബൈബിളിൽ ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താ, എല്ലാവരും റെഡിയാണോ? എല്ലാവരും സന്തോഷമാണോ? എല്ലാവർക്കും സന്തോഷം. അപ്പൊ ടീച്ചർ ചെറിയൊരു കഥ പറയട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താന്ന് വെച്ചാൽ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. ആ കഥയിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയുമോ? പറയും. അപ്പൊ ടീച്ചർ പറയട്ടെ. അപ്പൊ നമ്മൾ നേഴ്സറി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. യേശുപ്പച്ചനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യേശുപ്പച്ചന് എത്ര ശിഷ്യന്മാരുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എത്ര ശിഷ്യന്മാരുണ്ട് യേശുപ്പച്ചന്? മോള് പറഞ്ഞ ശരിയാ. എത്ര ശിഷ്യന്മാരുണ്ട്? 12 ശിഷ്യന്മാരുണ്ട്. അതിൽ ഒരു ശിഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ആ ശിഷ്യന്റെ പേരെന്താണെന്ന് അറിയാമോ? ടീച്ചർ പറയട്ടെ. ശിഷ്യന്റെ പേരായിരുന്നു പത്രോസ്. എന്താ ഉറക്കെ പറഞ്ഞ എല്ലാവരും? ശിഷ്യന്റെ പേരായിരുന്നു പത്രോസ്. അപ്പൊ യേശുപ്പച്ചന്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരായിരുന്നു എല്ലാവരും, അല്ലേ? 12 പേരും യേശുപ്പച്ചന്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരായിരുന്നു. അപ്പൊ യേശുപ്പച്ചനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്ക് അറിയാം. എന്തൊക്കെ അറിയാം? യേശു ചെയ്ത അത്ഭുതങ്ങള്, അടയാളങ്ങള്, യേശുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആർക്കറിയാം? ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ പത്രോസിന് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പത്രോസിന് യേശുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അപ്പൊ ഈ പത്രോസ് യേശുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനായിട്ട് തുടങ്ങി, അല്ലേ? അത് ആർക്കിഷ്ടപ്പെട്ടില്ല? അവിടുത്തെ രാജാവായിരുന്ന ഹെരോദ രാജാവിന് ഇങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതൊന്നും ഈ രാജാവിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ രാജാവ് തൻ്റെ പടയാളികളോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറയുന്ന ഈ പത്രോസിനെ എന്ത് ചെയ്യണം? തടവറയിൽ കൊണ്ട് ഇടണമെന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞേ? പടയാളികളോട് പറഞ്ഞു. ആരാ പറഞ്ഞേ? ഹെരോദ രാജാവ് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ പടയാളികള് ഈ പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് എവിടെ കൊണ്ടിട്ടു? ഒരു തടവറയിൽ കൊണ്ടുചെന്ന് ഇട്ടു. തടവറ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തടവറ? ഇല്ല അല്ലേ? തടവറയെന്ന് പറഞ്ഞ ഒരു ഇരുട്ടുള്ളൊരു മുറിയ. ഈ ഇരുട്ടുള്ള മുറിയിൽ പത്രോസിന്റെ കൈയും കാലും ഒക്കെ ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ തടവറയിൽ കൊണ്ട് ചെന്നങ്ങ് ഇട്ടു. അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പിടിച്ചോണ്ട് പോയാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പോൾ ഈ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന
കൂട്ടാളികൾക്ക് എന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര വിഷമമായി. അവരെന്തുന്നു, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എന്തായിരിക്കും? യേശപ്പച്ചനോട് പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വേറൊരു ശിഷ്യനായിരുന്നു, യേശുവിൻ്റെ വേറൊരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഈ യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി. ആരൊക്കെയാ? ഈ പത്രോസിന്റെ കൂട്ടാളികളും എല്ലാവരും കൂടെ, സഭ മുഴുവനും. അവരൊരു സഭയായിരുന്നു. ഈ സഭ മുഴുവനും എന്ത് ചെയ്തു? ഈ യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ഒത്തുകൂടി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒത്തുകൂടി വെറുതെ ഇരിക്കുമായിരുന്നോ? അല്ല, അവരെന്ത് ചെയ്തു? യേശപ്പച്ചനോട് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തായിരിക്കും അവർ പ്രാർത്ഥിച്ചത്? യേശപ്പച്ച എത്രയും വേഗം ഈ പത്രോസിന് എന്ത് കൊടുക്കണം? വിടുതൽ കൊടുക്കണം. ഈ തടവറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണമെന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. രാവും പകലും എല്ലാവരും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ സമയമൊക്കെ പത്രോസ് എവിടെയാ? ഹെരോദ രാജാവിന്റെ തടവറയിൽ ഇങ്ങനെ ആഹാരമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു ദിവസം രാത്രിയായപ്പം പത്രോസ് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ആ സമയത്ത് ഈ പത്രോസിന്റെ തോളിൽ ആരോ ഇങ്ങനെ തട്ടി. പത്രോസെ വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞു. പത്രോസ് എന്തെന്നറിയാമോ? പത്രോസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റതും പത്രോസ് ചുറ്റുപാട് നോക്കി. ആരെയും കാണുന്നില്ല. ശബ്ദം മാത്രം കേൾക്കുന്നു. എന്തായിരുന്നു ശബ്ദം? ആ ശബ്ദമായിരുന്നു, പത്രോസെ നീ വേഗം എഴുന്നേറ്റ് പുതപ്പൊക്കെ എടുത്ത് ധരിച്ചുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് ഒരു ശബ്ദം കേട്ടു. പത്രോസ് പെട്ടെന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് തൻ്റെ വസ്ത്രമൊക്കെ എടുത്തു, പുതച്ചു, ഈ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ? ആ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പടയാളികൾ എന്ത് ചെയ്യുന്നു? ഈ പത്രോസ് രക്ഷപ്പെടാതിരിക്കാനായിട്ട് കാവൽ നിൽക്കുകയായിരുന്നു. ഈ പത്രോസ് വന്ന സമയത്ത് എന്തെന്നറിയാമോ? ഈ പടയാളികൾ ആരും ഈ പത്രോസിനെ കണ്ടില്ല. പത്രോസ് വാതിലിൻ്റെ അടുത്ത് ചെന്നതും വാതിൽ താനേ തുറന്നു. പത്രോസ് എന്ത് ചെയ്തു? പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് പത്രോസ് ചുറ്റുപാട് നോക്കി. ആരെയും കാണുന്നില്ല. പത്രോസ് എന്തെന്നറിയാമോ? നേരെ ആരുടെ വീട്ടിലേക്കാ പോയത്? യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോഴോ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കതകൊക്കെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പത്രോസ് കഥ ഇങ്ങനെ കൊട്ടി. 1-2 വട്ടം കൊട്ടിയപ്പോഴത്തേക്ക് അവർ കേട്ടു. അവർ പെട്ടെന്ന് കതക് തുറന്ന് നോക്കിയതും ആര് മുന്നിൽ നിൽക്കുന്നു? പത്രോസ് മുന്നിൽ നിൽക്കുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവര് പ്രാർത്ഥിച്ചതിന്റെ ഫലം അവർക്ക് കിട്ടിയില്ലേ? അവർക്ക് ഭയങ്കര സന്തോഷം. അവർ എല്ലാ കാര്യങ്ങളും ആരോട് ചോദിച്ചു? ഈ പത്രോസിനോട് ചോദിച്ചു. അപ്പോൾ പത്രോസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാത്രി കിടക്കുമായിരുന്നു, പടയാളികൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ തോളിൽ ആരോ ഇങ്ങനെ തട്ടി. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഇങ്ങനെ പുറത്തിറങ്ങിയെന്നുമുള്ള സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അവർക്കെല്ലാം വലിയ സന്തോഷമായി അല്ലേ? അവർക്ക് സന്തോഷത്തിന് കാരണം എന്തുവാ? അവർ നിരന്തരം രാവും പകലും യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ. ആരുടെ അമ്മയാ? യോഹന്നാന്റെ അമ്മയുടെ പേരെന്താ? യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ അവര് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ആര് കേട്ടു മക്കളെ? യേശപ്പച്ചൻ കേട്ടു. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും യേശപ്പച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് കിട്ടും, ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുവോ? ഇന്ന് മുതൽ അങ്ങനെ പ്രാർത്ഥിക്കുവോ? അത് അങ്ങനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഒറ്റയ്ക്കാണോ പ്രാർത്ഥിക്കുന്നേ? അല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. കഥ മനസ്സിലായോ മക്കളെ? കഥ മനസ്സിലായോ? യേശുവിന് എത്ര ശിഷ്യന്മാരായിരുന്നു മക്കളെ? 12 ശിഷ്യന്മാരായിരുന്നു. അതിലൊരാളായിരുന്നു പത്രോസ്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ പത്രോസ് എന്ത് ചെയ്തു? യേശുവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു.
അപ്പൊ ആർക്കത് ഇഷ്ടപ്പെടാന്ന് പോയത്? ആ ഹെരോദ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്തു പറഞ്ഞു? ആ പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് തടവറയിടാൻ പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? പിടിച്ചോ? ആ പിടിച്ചുകൊണ്ടുവന്ന് തടവറയിൽ കൊണ്ടുവന്ന് ഇട്ടു. അപ്പൊ എന്തു ചെയ്തു? ഈ സമയത്തൊക്കെ പത്രോസിന്റെ കൂട്ടാളികൾ, ആ സഭ മുഴുവൻ എന്തു ചെയ്തു? യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ, ആരുടെ അമ്മയാ? യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയം പത്രോസ് എവിടെ കിടക്കുക? തടവറ. ആരുടെ തടവറ? ആ ഹെരോദ രാജാവിന്റെ തടവറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ആരാ വന്ന് തുള്ളി തട്ടിയത് പത്രോസിന്റെ? ഒരു ദൂതൻ, ദൈവത്തിന്റെ ഒരു ദൂതൻ വന്ന് തോളിൽ ഇങ്ങനെ തട്ടിയപ്പോ എന്നിട്ട് എന്തോ പറഞ്ഞേ? പത്രോസെ വേഗം എഴുന്നേക്ക്, നീ വേഗം എഴുന്നിട്ട് എന്ത് ചെയ്യണം? പുതപ്പെടുത്ത് ധരിച്ചുകൊണ്ട് നീ എവിടേക്ക് പോറങ്ങണം? വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറഞ്ഞു. അത് പത്രോസ് അനുസരിച്ചോ മക്കളെ? പത്രോസ് അനുസരിച്ചു. പത്രോസ് പുറത്തിറങ്ങിയിട്ട് അവൻ ചുറ്റുപാട് നോക്കി, ആരെയും കാണുന്നില്ല. പത്രോസ് നേരെ എന്ത് ചെയ്തു? യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പത്രോസ് എല്ലാ കാര്യങ്ങളും, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആരോട് പറഞ്ഞു? ഈ അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളോടും പറഞ്ഞു. കഥ മനസ്സിലായ മക്കളെ? കഥ മനസ്സിലായി. അപ്പോഴേ ഈ പുസ്തകത്തിൽ 3-4 ചോദ്യങ്ങളുണ്ട്, എഴുതണം കേട്ടോ. എന്തൊക്കെയായിരുന്നു ആ ചോദ്യം? ടീച്ചർ ഒന്ന് വായിക്കട്ടെ. ആരായിരുന്നു തടവിൽ കിടന്നത്? ആരായിരുന്നു? പത്രോസ് ആയിരുന്നു തടവിൽ കിടന്നത്. അവിടെ പത്രോസ് എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നീടോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് ആരായിരുന്നു? സഭ മുഴുവനും പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പത്രോസിനെ ഈ തോളത്ത് തട്ടി വിളിച്ചത് ആരായിരുന്നു മക്കളെ? ആരായിരുന്നു? ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു അല്ലേ? അപ്പൊ ഈ പത്രോസിന് തടവറയിൽ നിന്നേ വിടുതൽ കിട്ടാൻ കാരണം എന്തുവായിരുന്നു? ദൈവത്തോട് സഭ മുഴുവനും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? തടവറയിൽ നിന്ന് വിടുതൽ കിട്ടിയത്. അപ്പൊ കതവ് തുറന്നപ്പം പത്രോസ് ആരെങ്കിലും കണ്ടായിരുന്നോ? അവിടെ കണ്ടായിരുന്നോ? ഇല്ല, ആരെയും കണ്ടില്ല. അപ്പൊ പത്രോസ് എവിടേക്കാ പോയത്? ആരുടെ വീട്ടിലേക്കാ പോയത്? യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിലേക്ക് പോയി. ഓക്കെ. അപ്പൊ പത്രോസ് പിന്നെ എന്ത് ചെയ്യുന്ന അവിടെ പറയുന്നേ? അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞു? ഈ സഭയിലെ അല്ലെങ്കിൽ യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിലിരുന്ന എല്ലാവരോടും പറഞ്ഞു. ശരി, അതുപോലെ എഴുതണേ മക്കളെ. ഈ ടീച്ചർ 1-2 വാക്കുകൾ കാണിക്കട്ടെ. നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളല്ലേ? അപ്പം 1-2 വാക്കുകൾ ടീച്ചർ, ഈ പാഠഭാഗത്തിലെ വാക്കുകൾ തന്നെ ടീച്ചർ കാണിക്കട്ടെ. നിങ്ങൾ അതുപോലെ എഴുതണേ. ഒരു വാക്ക് 5 പ്രാവശ്യം എഴുതണേ. ഇപ്പൊ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, 5 പ്രാവശ്യം എഴുതണം. ഓക്കെ, ടീച്ചർ കാണിക്കട്ടെ. ഇതെന്താ മക്കളെ? ഇതെന്താ? പത്രോസ്. ഒന്നാമത്തെ വാക്കെന്താ? പത്രോസ്. രണ്ടാമത്തെ വാക്കോ മക്കളെ? വായിച്ചു നോക്കിക്കേ, നിങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയാം. തടവറ. എന്താ? തടവറ. ഇപ്പൊ മൂന്നാമത്തെ വാക്കോ? ചങ്ങല. എന്താ? ചങ്ങല. നാലാമത്തെ വാക്കോ? സഭ. എന്താ മക്കളെ? സഭ. അപ്പൊ 4 വാക്കുകൾ നിങ്ങൾ എഴുതണേ. ഒരു വാക്ക് 5 പ്രാവശ്യം വെച്ച് എഴുതണം. ടീച്ചർ നോക്കും, ബുക്കൊക്കെ ടീച്ചർ നോക്കും. നന്നായിട്ട് എഴുതി നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ ടീച്ചറിനോട് പറയുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. എല്ലാവർക്കും സമ്മാനം തരും. ഓക്കെ, എന്നാൽ നമുക്കേ ഇന്നത്തെ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി നമുക്കൊരു വാക്യം പഠിക്കാം. ഓക്കെ, ഒരു വാക്യം പഠിക്കാം. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചറിൻ്റെ കൂടെ പറയണം. ആദ്യം ടീച്ചർ ഒരു പ്രാവശ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ കൂടെ പറയണേ. അപ്പോസ്തല പ്രവൃത്തികൾ 12:5. അപ്പോസ്തല പ്രവൃത്തികൾ 12:5. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്നോട് പറഞ്ഞേ. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? കഥ എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനത്തിനുമായി സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച വചന ധ്യാനത്തിനായി നന്ദിയോടെ സ്തോത്രം നാഥ. ഞങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പഠിച്ചുവല്ലോ കർത്താവേ.
ദൈവമേ, നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി ആയിരിപ്പാൻ തക്കണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നേ നാഥ. പ്രാർത്ഥനയും യാചനയും കേൾക്കണമേ. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടും കരുണയോടും കൊടുത്തുള്ള മാറാകണമേ. ആമേൻ.